ഓട്ടോ ഡ്രൈവറായിട്ട് ജീവിക്കുമ്പോഴാണ് മണിക്ക് ബ്രേക്ക് വരുന്നത്. മണിയുടെ ജീവിതത്തിന്റെ അക്ഷരം എന്ന് പറഞ്ഞ സിനിമ മുതൽ ഒരു പീറ്റർ മാഷ് ഉണ്ടായിരുന്നല്ലോ മണിയുടെ ജീവിതത്തിൽ. കലാഭവനിലേക്ക് ആനയിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചു. പീറ്റർ മാഷ് എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന അധ്യാപകനല്ല, അദ്ദേഹം ചാലക്കുടി അല്ല തൃശ്ശൂരാണ്. അദ്ദേഹം നല്ല ഹിന്ദി ഗായകനാണ്. അദ്ദേഹമാണ് എന്നെ ലാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇരിഞ്ഞാലക്കുട തൊട്ടടുത്ത്. അവിടെ ഞാൻ പോയി പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ കണ്ടപ്പോഴാൾ വിളിച്ചത്, നിനക്ക് കലാഭവനിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കലാഭവനിൽ പോകാൻ താല്പര്യമില്ലാത്ത ആരും ഉണ്ടാവില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് പീറ്റേട്ടനാണ് എന്നെ കൊച്ചിൻ കലാഭവനിലേക്ക് ആക്കുന്നത്. ഒരു ബ്രേക്ക് അതായിരുന്നു. തീർച്ചയായിട്ടും. ഒരു പക്ഷേ ഈ അന്ന് എനിക്കൊന്ന് ജയറാമും അൻസറൊക്കെ ഒരുപാട് പേരവിടെ ഉണ്ടല്ലേ? അല്ല, അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്. അന്ന് അങ്ങനെ ഒരു നിമിത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കലാഭവൻ മണി ഉരുത്തിരിയില്ലായിരുന്നു. ഇല്ല, അതിനു മുമ്പേ എനിക്ക് എന്താ CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സോ അങ്ങനെ പറയാം, CISFൻ്റെ അല്ലേ ഫുൾ ഫോം, എനിക്കറിയില്ല, സാറിന് അറിയാമെന്ന് തോന്നുന്നു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയതായിരുന്നു. പടച്ചോനെ. ഞാനത് NCC നന്നായിട്ട് NCC ഞാൻ RD ക്യാമ്പ് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പുകാരൻ്റെ ഇതായിരുന്നേ. എന്നിട്ട് ഇവർ തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദമാവിൽ മുക്കിയ കാക്കി ഡ്രസ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കണ, ഇത് 7 ദിവസം തേച്ചാലും ഇതും ശരിയാവില്ല. തേച്ച് ലാസ്റ്റ് എനിക്ക് ഞാനതിൻ്റെ മോളിൽ കയറി തേച്ച് റെഡി ആക്കി കൊടുത്തു. അങ്ങനെ സെലക്ഷൻ കിട്ടി. അന്ന് ഞാൻ അതിന് പോയെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീരപുത്രനായി ഇരിക്കല്ല, വീരപുത്രനായിട്ട് വെടിയായിട്ട് മരിച്ച് നിങ്ങൾ കുറേ ആൾക്കാർ റീത്തൊക്കെ കൊണ്ടുവച്ച് 2 വെടിയും മുകളിലേക്കൊക്കെ വെച്ച് ഞാൻ അവിടെ കടന്നാണ് ഞാൻ. പക്ഷെ അത് പോവാഞ്ഞത് നന്നായി. കൊച്ചിൻ കലാഭവനാണ് ഈ പീറ്റേട്ടനുമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. പിന്നെ എൻ്റെ ചാലക്കുടിക്കാട്. മണി മാറിയോ? മണി അന്നത്തെ മണി അന്നത്തെ മണി മാറി. കാരണം വെച്ചാൽ മണി മാറിപ്പോയെന്ന് പരാതിപ്പെടുന്ന ഒരാളുണ്ട്. അല്ല, കുറച്ച് പൈസ മാറിയായിരുന്നു. മണി മാറിയെന്ന് വെച്ചാൽ കുറച്ച് പൈസ മാറിയായിരുന്നു. മണിയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പത്രവാർത്തകളും ടെലിവിഷൻ ന്യൂസുകളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്, കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ആ പഴയ മണിയായിട്ട് മണി എന്നാ തിരിച്ചു വരുന്നത്? നിനക്ക് എന്താ പറ്റിയത് മണി? മണിക്ക് എന്ത് പറ്റി? പ്രസാദേണ്ട എന്താ പറ്റിയേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാ. അത് ഞാൻ ചോദിക്കാം പ്രസാദിൻ്റെ അടുത്ത്. പക്ഷെ മണിക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ സുരു എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ കുറച്ച് പൈസ പറ്റി, 2 തുറന്നും പറ്റിയിട്ടില്ല. ഒരുപക്ഷെ പ്രസാദ് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് മണി ഉൾപ്പെട്ട ഒരു വിവാദമായിരുന്നു. അതൊക്കെ നല്ലതാണ്. വിവാദങ്ങൾ എപ്പോഴും നമ്മൾക്ക് നല്ലതല്ലേ? വിവാദവും നല്ലതാണ്. വിവാഹം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. 2 കഴിക്കാൻ പാടില്ല, 1 കഴിക്കാൻ പാടുള്ളൂ. ഒരു വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അത്രേ. പ്രണയം എത്രയാകാം? പ്രണയം ഇഷ്ടം പോലെ ആവാം. എത്ര പ്രണയമുണ്ട് മണിക്ക്? എനിക്ക് ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയോട് തന്നെ ഒരുപാട് പ്രാവശ്യം. അതൊരു കള്ളത്തരം. ഞാനൊരു പാവം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി. പക്ഷെ മണി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതെ, സാറിന് ഒരുപാട് പേര്, എനിക്ക് വരെ ഇഷ്ടമാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. മണിക്ക് ഒരുപാട് പെൺകുട്ടികൾ പ്രണയണ്ടാവില്ലേ? ഒന്നാമത്തെ ഈ മുഖം കണ്ട പ്രേമിക്കില്ലേ സാറേ? കള്ളത്തരം. ഇതിലേതെങ്കിലും ഒരു പെണ്ണ് പറയട്ടെ എന്നെ ഇഷ്ടമാണെന്ന്? ഒരു പെണ്ണ് പറയട്ടെ, ഇന്ന് ഞാൻ കല്യാണം കഴിക്കും, ഞാൻ പറയട്ടെ. ഒറ്റ കാരണം കൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കണേ. എന്തത്? അതായത് കല്യാണം കഴിക്കുന്ന പേടി കൊണ്ട്. പിന്നെന്താ? പറയട്ടെ, അവര് പറയട്ടെ. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നെ ഒരു പെണ്ണും പ്രേമിച്ചിട്ടില്ല. ഒരു പെണ്ണും മണിയെ പ്രേമിച്ചിട്ടില്ല. അന്ന് പറ്റിയൊരു അബദ്ധം മാത്രമേ ഉള്ളൂ. 18ഉം 37 എന്താ കാരണം അറിയോ? മണി എപ്പോഴും ഈ ഒരു കള്ളുകൂടിയുടെ വേഷത്തിൽ വന്ന് കയറും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഇമേജ്. കള്ളുകൂടി എന്ന് വെച്ചാൽ സാറേ ഞാൻ ഓപ്പണായിട്ട് പറയും, മണിയുടെ സ്ഥിര നമ്പറായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന മദ്യം കഴിക്കുകയോ കഴിക്കില്ലെന്നുള്ള പ്രശ്നം അല്ല. ഞാനത് ഓപ്പണായിട്ട് പറയാം. ഞാൻ 5-6 ബീർ കുടിക്കുന്ന ആളാണ് ഞാൻ. ഓപ്പണായിട്ട് പറയും. എനിക്ക് അതിലൊരു മടിയുമില്ല. എന്തിനാ നമ്മൾ കള്ളത്തരം പറയണത്? ഉള്ളതേ പറയാവൂ. ഞാൻ ചോദിക്കണം, മണി ഒരു ആയാസത്തിനാണോ അതെയോ ഒരു വിശ്രമിക്കാൻ വേണ്ടിയാണോ, ഒരു ലൈറ്റ് ആകാൻ വേണ്ടിയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഞാൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ചു, ഇങ്ങനെ വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിനും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ചല്ല, ഒരുപക്ഷെ മണി അല്ല, ഞാൻ കേരളത്തിൽ ഏറ്റവും വിജയകരമായ രീതിയിൽ നാടിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ ഒരു മമതയും സ്നേഹവും മണിയോട് എല്ലാവർക്കും. എത്ര വയസ്സ് വരെ ഒരാൾ ജീവിക്കും സാറേ?
അത് നമുക്ക് പറയാൻ പറ്റും മണി. എത്ര വയസ്സ് വരെ ജീവിക്കും? ഒരുപക്ഷെ ശരാശരി മലയാളിയുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരു 70-75 ആയിരിക്കാം. ചത്തുവില്ലേ? ആ, ചത്തു. അതിനുള്ളിൽ എല്ലാം ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ വെറുതെ എന്തിനാ ജീവിച്ചിരുന്നിട്ട് കാര്യം? ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തിനാ ഇത്?